കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡിൽ കാണിക്കുന്നത് സുനന്ദയും കൃഷ്ണയും കൂടി സംസാരിച്ച് നിൽക്കുവാണ്. അന്നേരം സുനന്ദ പറയുന്നുണ്ട്, മോളെ നീ ആകെ തളർന്നിരിക്കുവല്ലേ, കുറച്ച് നേരം നീ പോയി കിടന്നുറങ്ങിക്കൂടെ? ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണാമല്ലോ. ഇന്ന് സ്വപ്നത്തിൽ ചിലപ്പോൾ നിന്നെ കാണാനായിട്ട് നവീൻ വന്നാലോ? അത് കേൾക്കുന്നതും കൃഷ്ണക്കങ്ങ് ദേഷ്യം വരുക. കൊള്ളാലോ, കുറേ നേരമല്ലോ തുടങ്ങിയിട്ടും ചുമ്മാ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണോ അല്ലേ? എൻ്റെ മോളെ, ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ നിന്നോടല്ലാതെ വേറെ ആരോട് പോയി പറയാനാ? നീ അതൊക്കെ പറയുന്നത് കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ? നല്ല രസം തന്നെയാണ്. അവസാനം എന്നെ ആരെങ്കിലും ഒന്ന് തല്ലിക്കൊല്ലും. അത് കണ്ടും ഇതുപോലെ രസിച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ നിന്നെ അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീയേ ദൈവത്തിൻ്റെ തുണിയുള്ള കുട്ടിയാണ്. അങ്ങനെ അവരോരോന്ന് പറഞ്ഞ് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കൃഷ്ണൻ്റെ ഫോണിലേക്ക് സിനി വിളിക്കുന്നത്. അങ്ങനെ കൃഷ്ണ കോൾ എടുക്കുക. ഹലോ സിനി ചേച്ചി. ആ കൃഷ്ണ, ഇവിടെ സിതാര മാഡം കൃഷ്ണയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നോന്ന് പറഞ്ഞിരിക്കുക. ആണോ? എന്തിനാ വിളിപ്പിച്ചത്? അതെനിക്കറിയില്ല. സംഭവിച്ച കാര്യങ്ങൾ കൃഷ്ണക്ക് അറിയാമല്ലോ, അപ്പോൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കൃഷ്ണ എപ്പോൾ വരുമെന്നാണ് ഞാൻ മാഡം ചോദിക്കുമ്പോൾ പറയേണ്ടത്? ഞാൻ ദാ ഇപ്പം തന്നെ ഇറങ്ങുക. എന്നാൽ ശരി കൃഷ്ണ. അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം കൃഷ്ണ പറയണേ, ഇത് കണ്ടില്ലേ, സിതാര മാഡം എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണോ എന്തോ. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ സിതാര മാഡം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതിൻ്റെ പേരിലുള്ള ചോദ്യം ചെയ്യലിനും മറ്റുമായിരിക്കും. ഇനി സിതാര മാഡം എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്? അന്നേരം സുനന്ദ പറയണേ, അതേ മോളെ, സിതാര മാഡം നിന്നോട് ഇടയ്ക്കൊക്കെ സ്നേഹം കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവരവരുടെ മോൾക്ക് വേണ്ടി മാത്രമേ എന്തും ചെയ്യൂ. അവരുടെ മോളുടെ സന്തോഷത്തിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അക്കാര്യം കൂടി മനസ്സിൽ വെക്കണം. അവരോട് പെരുമാറുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ആയിട്ട്. ഇപ്പം തന്നെ വിളിച്ചപ്പോൾ മോൾ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ അങ്ങനെ ഞാൻ കള്ളം പറഞ്ഞിട്ട് വേണം അവർ പിന്നെ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് എത്താൻ? അതിലും നല്ലത് ഞാൻ അങ്ങോട്ട് പോകുന്നത് തന്നെയല്ലേ. തൽക്കാലം ഞാൻ അവിടെ പോകുന്നത് അമ്മ അറിയണ്ട കേട്ടോ. ഞാൻ വേഗം പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞാൽ കൃഷ്ണ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് നിർമ്മലയും കീർത്തിയും കൂടി സംസാരിക്കുന്നതാണ്. കീർത്തി പറയണേ, എൻ്റെ അമ്മേ, സിതാര മാഡത്തിൻ്റെ മകളെയാണല്ലോ മുത്തശ്ശി ഇപ്പോൾ കൈവച്ചിരിക്കുന്നത്. ഇത് സിതാര ഒരിക്കലും സഹിക്കില്ല. അവരുടെ മകൾക്ക് നേരെ കൈ ഓങ്ങിയ മുത്തശ്ശിയോട് പ്രതികാരം ചെയ്യാനായിട്ട് സിതാര മാഡം ഉടനെ തന്നെ ഇവിടെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വരട്ടെ, വന്ന് എന്ത് പ്രശ്നമാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോട്ടെ. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഇനി ഗാഥ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. കാരണം രണ്ടുപേരും അഭിമാനമുള്ള കൂട്ടത്തിലാണ്. അവർക്കിങ്ങനെ ഇവിടെ ഇവരുടെ ആട്ടും തുപ്പൊക്കെ കണ്ട് കിടക്കേണ്ട കാര്യവുമില്ലല്ലോ. പക്ഷേ എങ്ങാനും ഇനി വന്നാലോ? ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേട്ടുവന്നിരിക്കും. അന്നേരം അവൾ ചൊളിച്ചുകൊണ്ട് വന്ന് അകത്തേക്ക് കയറി പോയിന്നിരിക്കും. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? ഈ സമയം നിർമ്മല പറയണേ, എടി മോളെ, നമ്മൾ ഇത്രയും നേരം പൂക്കാതെ മാവിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ആ മാവ് പഴുത്തു കഴിഞ്ഞ് അതിൽ നിന്നും കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. എന്താണെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ, ഈ വീട്ടിൽ മുഴുവനൊരു പുകച്ചിലായില്ലേ? ഈ സമയം കീർത്തി പറയുന്നുണ്ട്, എന്നാലും അമ്മേ, നമ്മുടെ മനസ്സിലുള്ളൊരു സംശയം ഉണ്ടല്ലോ, രണ്ട് കാത ഉണ്ടെന്നുള്ള സംശയം. അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീർപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലല്ലോ. ശരിക്കും അങ്ങനെ രണ്ട് കാതയുണ്ടോ? പലതവണ നമ്മളത് കണ്ടെത്താൻ ശ്രമിച്ചല്ലേ. ഒരിക്കൽ അച്ഛനത് കണ്ടെത്തി കൈയോടെ തെളിവ് കൊണ്ടുവരാനായിട്ട് അവൾക്കൊപ്പം സെൽഫി എടുത്തില്ലേ? എന്നിട്ട് എത്ര ലാഘവത്തോടെയാണ് ഇവിടെയുള്ളവരതിനെ കണ്ടത്. അതിനുശേഷം രണ്ടുപേരും ഒരേ സമയം വീട്ടിലുണ്ടായിട്ടും നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. നമ്മളാ കാര്യം പറഞ്ഞ് പെട്ടെന്ന് തന്നെയല്ലേ മറ്റുള്ള മായയായിട്ട് പോയത്. ഇനി അത് ശരിക്കും വല്ല ഭൂതോ പ്രേതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ? നീ ഒന്ന് ചുമ്മാതിരിക്കുക. അങ്ങനെയൊന്നുമല്ല, എന്തൊക്കെ കള്ളക്കളികൾ ഇവിടെ നടക്കുന്നുണ്ട്. അവരിനി രണ്ടുപേരാണോ? അവരുടെ പിന്നിലെ സത്യം എന്താ? അതൊന്നും അന്വേഷിച്ച് നമ്മളിനി പോകേണ്ട കാര്യമില്ല. അതൊരു ദിവസം അറിയേണ്ടതാണെങ്കിൽ നമ്മളെ തേടി തന്നെ വന്നുകൊണ്ടിരിക്കും. ആ സമയം നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം. ഈ സമയം കീർത്തി പറയുന്നുണ്ട്, എന്താണെങ്കിലും സുമിത്ര അമ്മായിയുടെയും മുത്തശ്ശിയുടെയും മനസ്സിൽ ഗാഥയെക്കുറിച്ചുള്ള വെറുപ്പ് നമ്മൾ കുത്തി നിറച്ചുകൊണ്ടിരിക്കണം. അവർ ഗാഥ എന്നുള്ള പേര് കേട്ടാൽ തന്നെ വെറുക്കണം. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, അതിന് നമ്മളായിട്ടൊന്നും അങ്ങോട്ട് ചെന്ന് പറയാൻ നിൽക്കണ്ട. ഇനി നമ്മളിങ്ങനെ ഓരോ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് വേണം. നമ്മൾ പറയുന്നതിൻ്റെ എതിരായിരിക്കും സത്യമായിട്ടുള്ള കാര്യം എന്ന് അവർ ചിന്തിക്കാൻ. അങ്ങനെ നമ്മളായിട്ട് തന്നെ നമ്മുടെ കുഴി തോണ്ടണം മോളെ. തൽക്കാലം നമ്മൾ ഇതേപോലെ തന്നെ മിണ്ടാതിരുന്നാൽ മാത്രം മതി. ആ ഗാഥ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ അവൾ എങ്ങനെയുള്ളവളാണെന്നുള്ള ബോധ്യം ഉണ്ടായിക്കോളും. അന്നേരം കീർത്തി ചോദിക്കുന്നുണ്ട്, അങ്ങനെ അമ്മ അവസാനം കലങ്ങിത്തിരിഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ വരുമല്ലേ? നവീനെ എനിക്ക് തന്നെ കിട്ടുമല്ലേ? പിന്നെ അല്ലാതെ മോളെ, നീ നോക്കിക്കോ, അധികം വൈകാതെ തന്നെ ഗാഥ എന്നേക്കുമായിട്ട് നവീൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങും. അന്നേരം മോൻ്റെ ജീവിതം രക്ഷിക്കാനായിട്ട് സുമിത്ര കരഞ്ഞെൻ്റെ കാല് പിടിക്കും. നിർമ്മലെ, നിൻ്റെ മോളെ കീർത്തിയെ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് തന്നൂടെ എന്ന് ചോദിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ കീർത്തിയും. പിന്നീട് കാണിക്കുന്നത് സിതാരയുടെ വീട്ടിലെത്തുന്ന കൃഷ്ണനെയാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണ അവിടെ കയറാതെ മടിച്ച് നിൽക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന സിനി കൃഷ്ണനെ വിളിക്കുക. ആ വാ കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണയും കൂട്ടി സിതാരയുടെ അരികിലെത്തുക.
അങ്ങനെ സിത്താര കൃഷ്ണയെ കാണുമ്പോൾ ചോദിക്കണേ, ഇനി ഒരിക്കൽ കൂടി കളരിക്കലേക്ക് നീ തിരിച്ചു പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത്? നീ വീണ്ടും കളരിക്കലെത്തിയില്ലേ? അത് കാരണം അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായതെന്ന് നിനക്കറിയാലോ. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, മാഡം സത്യമായിട്ട് ഞാൻ കരുതി കൂടി അങ്ങോട്ടേക്ക് പോയതല്ല. ഉണ്ടായത് എന്താണെന്ന് മാഡം തിരിച്ചറിയണം. അങ്ങനെ കൃഷ്ണ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. പാർക്കിൽ വെച്ച് നവീൻ കണ്ടതും അവിടെ നിന്ന് തന്നെ ബലം പ്രയോഗിച്ച് കളരിക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാര്യം അതെല്ലാം പറയുവാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണ പറയുന്നതെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് വന്ന ഗാഥ ചോദിക്കണേ, ഓ അത് ശരി, നീ ഓരോ കഥകൾ പറഞ്ഞ് എൻ്റെ മമ്മീനെ കുപ്പിയിലാക്കാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നിൻ്റെ തള്ള എന്താണോ ചെയ്തത് അത് തന്നെയല്ലേ നീ ഇപ്പോൾ ചെയ്യുന്നത്? പണ്ട് നിൻ്റെ തള്ളയുണ്ടല്ലോ എൻ്റെ അച്ഛനെ തട്ടിയെടുത്തു, അതുപോലെ നീ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനാണോ നോക്കുന്നത്? ഗാഥ നിർത്തുന്നുണ്ടോ? ഇനി എൻ്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുത്. ഓ, നിൻ്റെ അമ്മ ചെയ്ത കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാനായിട്ട് സൃഷ്ടിച്ചെടുത്ത കഥകളൊന്നും അല്ലല്ലോ. നീ എവിടെ കളരിക്കൽ വന്ന് കാണിച്ചു കൂട്ടിയ ഓരോ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് അവിടെയുള്ള നവീൻ്റെ മുത്തശ്ശി എൻ്റെ കരണത്തിട്ടടിച്ചത്. ആടി നിനക്ക് ഞാൻ ഇപ്പം തന്നെ തിരികെ തരും എന്നും പറഞ്ഞ് കൃഷ്ണയെ തല്ലാനായിട്ട് കയ്യോങ്ങുവാണ്ട ഗാഥ. അന്നേരം സിദ്ധാർത്ഥ തടയണേ, ഗാഥ നിർത്തും, മതി, ഇവരോട് ഞാൻ സംസാരിച്ചോളാം, നീ അകത്തേക്ക് ചെല്ല്. ഓ, എന്നെ പറഞ്ഞു വിട്ടിട്ട് വേണം മമ്മിക്ക് ഇവളെ സ്നേഹം കൊണ്ട് പൊതിയാൻ അല്ലേ? സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇത്രയും വലിയ പാഠങ്ങളുണ്ടായിട്ടും മമ്മി ഇതുവരെ പഠിച്ചില്ലേ? അല്ലെങ്കിൽ മമ്മിക്ക് പറ്റിയ പോലെ ചതി എൻ്റെ ജീവിതത്തിലും പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്താണെങ്കിലും ശരി, ഇന്നത്തെ ദിവസത്തോടു കൂടി ഇവളുടെ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തോളണം. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ ഗാഥ അവിടെ നിന്നും പോകുവാണ്. ഈ സമയത്തായിരിക്കും സിത്താരയുടെ ഫോണിലേക്ക് നന്ദൻ വിളിക്കുന്നത്. അങ്ങനെ സിത്താര ഫോൺ എടുക്കുക. ഹലോ സിത്താര, ഞാൻ സിത്താരയെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാനും അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എൻ്റെ മോളെ അവിടെ നിന്ന് എല്ലാവരും കൂടി തല്ലിയിറക്കി വിട്ടതല്ലേ? തല്ലി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അമ്മക്കൊരു അബദ്ധം പറ്റിയതാണ്. ഗാഥയുടെ പെരുമാറ്റമൊക്കെ കണ്ട് നിയന്ത്രിക്കാനാവാതെ അമ്മ ചെയ്തു പോയതാണ്. ഗാഥയെ തല്ലണ്ടായിരുന്നു എന്ന് ഞാനും അമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഗാഥയെ ഞങ്ങൾ ആരോടും ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. അത് ആ കുട്ടി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ചെയ്തത് അമ്മയ്ക്ക് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അതിന് ഗാഥയോട് മാപ്പ് പറയാൻ വരെ അമ്മ തയ്യാറാണ്. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അതിനുശേഷം ആരോടാ മാപ്പ് പറയേണ്ടതെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ പറഞ്ഞ് നന്ദൻ ഫോൺ കട്ട് ചെയ്യുവാണ്. നന്ദൻ്റെ സംസാരത്തിൽ നിന്നും അവർക്ക് എന്തോ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായതായിട്ട് സിത്താര തോന്നുവാണ്. നവീൻ്റെ അച്ഛനെ വിളിച്ചത് അവർക്ക് എന്തോ ചില കാര്യങ്ങളൊക്കെ അറിയാം, എന്തോ സംശയങ്ങളൊക്കെ ഉണ്ട്, ചിലതൊക്കെ ഉള്ളി വെച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞ സിത്താര മനസ്സിലുള്ള സംശയങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് പറയണേ, എനിക്കിനി ആരോടും സിമ്പതി കാണിക്കാൻ പറ്റില്ല, എനിക്കെല്ലാത്തിലും വലുത് എൻ്റെ മോളുടെ ജീവിതമാണ്. അങ്ങനെ പറഞ്ഞ സിത്താര അവിടെ നിന്നും പോകുവാണ്. എന്നിട്ട് റൂമിൽ നിന്ന് ഒരു ചെക്ക് എടുത്ത് അതിൽ തുകയ്ക്ക് എഴുതി സൈൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്ടോ. അതിനുശേഷം ആ ചെക്കുമായിട്ട് സിത്താര നേരെ കൃഷ്ണയുടെ അരികിലെത്തുവാണ്. അങ്ങനെ സിത്താര ആ ചെക്ക് കൃഷ്ണയ്ക്ക് നേരെ നീട്ടുവാണ്. ഇതാ, നീ ഇത് വാങ്ങണം. എന്നിട്ട് നീ നിൻ്റെ അമ്മയും കൂടി ഈ നാട്ടിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി ജീവിക്കണം. എന്നാലേ എൻ്റെ മോൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. നിന്നോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുന്നത് തെറ്റായ കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മോളുടെ ജീവിതം അത് സുരക്ഷിതമാക്കാൻ എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല. അങ്ങനെ വളരെ സങ്കടത്തോടെയാണ് കേട്ടോ കൃഷ്ണയോടും അമ്മയോടും ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് സിത്താര പറയുന്നത്. സിത്താരയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കൃഷ്ണക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. ഈ സമയം ഗാഥയും മറിഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. അന്നേരം കൃഷ്ണ പറയുക, ഞാൻ മാഡത്തിനോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പണമൊന്നും വേണ്ട. മാഡം പറഞ്ഞതുപോലെ ഞാനും അമ്മയും ഈ നാട്ടിൽ നിന്ന് തന്നെ പൊക്കോളാം. ഞാൻ കാരണം ഗാഥയുടെ ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല. ഈ സമയം സിത്താര പറയുന്നുണ്ട്, നീ ഇത് വാങ്ങണം, ഇത് വാങ്ങിച്ചേ പറ്റൂ. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എഴുതിയാണ് നിനക്ക് തരുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ മടിക്കൊന്നും വേണ്ട, എന്നെ വിളിക്കണം. അങ്ങനെ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി ഒരിക്കലും മാഡത്തിന് മുമ്പിലേക്ക് എന്നെ കൊണ്ടുവരരുത്. എന്നെക്കുറിച്ചുള്ള ഒരു ഓർമ്മ മാഡത്തിൻ്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ മാഡത്തിനെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. മാഡത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ എന്തൊരു ദുഷ്ടയാ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ മാഡം എന്നെ സ്നേഹത്തോടെ കൃഷ്ണ എന്ന് വിളിച്ചില്ലേ? എന്നെ ചേർത്ത് പിടിക്കുകയും കവിളിൽ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തില്ലേ? അതിലൊക്കെ ഞാൻ അറിഞ്ഞത് എൻ്റെ അമ്മയുടെ സ്നേഹം തന്നെയായിരുന്നു. മാഡത്തിന് എനിക്കൊത്തിരി ഇഷ്ടമാണ്. മാഡത്തിൻ്റെ മോൾക്കും വേണ്ടി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നതിലും എനിക്കൊരു സങ്കടവും ഇല്ല. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്ത് വലിയ ക്രൂരതയാണ് താൻ ആ പാവം കുട്ടിയോട് ചെയ്യുന്നത് എന്നുള്ള ചിന്തയിൽ സിത്താരക്ക് ഭയങ്കര സങ്കടം തോന്നുവാണ്. സിത്താര അങ്ങനെ കൂടുതലൊന്നും പറയാനാവാതെ കണ്ണുകൾ തുടച്ച് അവിടെ നിന്നും അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. ഈ സമയം സിനിയോട് യാത്ര പറഞ്ഞ് കൃഷ്ണയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ കൃഷ്ണ പുറത്തേക്ക് തുടങ്ങാൻ പോകുമ്പോഴേക്കും ഗാഥ അങ്ങോട്ടേക്ക് എത്തുവാണ്. അതെ, ഒന്ന് നിന്നേ. എന്നിട്ട് കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചു നോക്കുക. 10 ലക്ഷം രൂപയുടെ ചെക്കാണ് കേട്ടോ അത്. വലിയ തുകയാണല്ലോ നിനക്ക് തന്നിരിക്കുന്നത്. നീ കരഞ്ഞ് കാലി പിടിച്ച് ചോദിച്ച് വാങ്ങിച്ചതാണോ അതോ അമ്മയെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചതാണോ ഈ പൈസ? എങ്ങനെയാണെന്ന് വെച്ചാൽ ഗാഥയുടെ ഇഷ്ടം പോലെ കരുതിക്കോളൂ. അന്നേരം ദേഷ്യം വന്ന ഗാഥ ആ ചെക്ക് കീറി അത് കൃഷ്ണയുടെ മുഖത്തേക്ക് വലിച്ചെറിയുവാണ്. എന്നിട്ട് പറയണേ, അതെ, നിൻ്റെ അമ്മയും കൂട്ടി എവിടെയൊക്കെ പോകുന്നതെന്നൊന്നും അറിയില്ല.
പക്ഷെ ഒരു കാരണവശാലും നവീൻ്റെ കണ്ണ് എത്തിപ്പെടാത്ത സ്ഥലത്തായിരിക്കണം അത്. ഇനി ഓരോ പേരും പറഞ്ഞ് നവീൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും നിന്നേക്കരുത് നീ. എൻ്റെ മമ്മി നിന്നെ നാട് കടത്തുന്നേ ഉള്ളൂ. പക്ഷെ ഞാനുണ്ടല്ലോ, നിന്നെ എന്നിട്ട് അമ്മേനെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളയും. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം കൂടി, മമ്മി പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന്. മമ്മി അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇനി നീ ഒരിക്കൽ പോലും എൻ്റെ മമ്മി വിളിക്കരുത്, എനിക്കതിഷ്ടമല്ല. ഈ സമയം അതെല്ലാം കേട്ടിട്ടും കൃഷ്ണ ചിരിച്ചുകൊണ്ട് ഗാഥയെ നോക്കുവാണ്. അത് കണ്ടിട്ട് ഗാഥ ചോദിക്കണേ, നീ എന്തിനടിച്ചിരിക്കുന്നത്? ഇപ്പോഴും നീ എന്നെ കളിയാക്കി ചിരിക്കുവാണോ? ഏയ് അങ്ങനെയൊന്നുമല്ല, നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും പാടില്ല. ഞാൻ ഇറങ്ങുവാന്നാ. അതെ, ഒന്ന് നിന്ന്. നിന്നെപ്പോലെ ഒരു ഗതിയും പരഗതിയില്ലാത്തവർ ഇത്തരം സാഹചര്യമൊക്കെ വരുമ്പോൾ ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഗാഥ. അതേക്കുമ്പോൾ ഗാഥ പറയണേ, നീ അങ്ങനെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. നീ നിൻ്റെ അമ്മയൊക്കെ ചാകുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം. അതാവുമ്പോൾ പിന്നെ നിങ്ങളെ കൊണ്ടുള്ള ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. തെരുവിൽ കിടക്കുന്ന 2 പട്ടികൾ ചത്തു, അങ്ങനെ ഞാൻ വിചാരിക്കുള്ളൂ. അങ്ങനെ അത്രയും ക്രൂരമായിട്ടുള്ള ഗാഥയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണയുടെ ചങ്ക് വല്ലാതെ പെടഞ്ഞു പോകുവാണ്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കൃഷ്ണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് നന്ദൻ സിത്താരയെ കാണാനായിട്ട് സിത്താരയുടെ വീട്ടിലെത്തുന്നതാണ്. അങ്ങനെ നന്ദൻ ചില ചോദ്യങ്ങളൊക്കെ സിത്താരയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം സിത്താര ചോദിക്കണേ, നിങ്ങളുടെ ആദ്യ ഭാര്യ മരിച്ച് രണ്ടാമത്തെ ഭാര്യയോട് കൂടിയാണ് ജീവിക്കുന്നതെന്നും അങ്ങനെ അവിടെ നടന്ന മറ്റു പല കാര്യങ്ങളൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ, അതൊക്കെ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ? അങ്ങനെയുള്ള സിത്താരയുടെ ചോദ്യം കേൾക്കുമ്പോൾ മറുപടി പറയാനാവാതെ തലതാഴ്ച നിൽക്കുവാണ്ടോ നന്ദൻ. പിന്നീട് ഗാഥയും സിത്താരയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. സിത്താരയാണെങ്കിൽ റൂമിൽ കൃഷ്ണേനെ അവിടെ നിന്ന് പറഞ്ഞുവിട്ട കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടും കൃഷ്ണയോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആകെ സങ്കടത്തിലിരിക്കുവാണ്. അന്നേരം ഗാഥയാണെങ്കിൽ സന്തോഷിച്ച് മമ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെ നവീൻ്റെ മുത്തശ്ശി എന്നെ തല്ലിയല്ലോ, അതിൻ്റെ ദേഷ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവില്ലേ? ഞാനിനി അങ്ങോട്ടേക്ക് പോകുമോ? അങ്ങനെയുള്ള ചിന്തകളൊക്കെയല്ലേ മമ്മിയുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. പക്ഷേ അതിനേക്കാളേറെ ഇപ്പം എനിക്ക് സന്തോഷമുണ്ട്. ആ കൃഷ്ണ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പോകാൻ പോകുമല്ലേ. അവളെ ശല്യം ഇനി ഉണ്ടാവില്ലല്ലോ. ഈ നാട് വിട്ട് അവളുടെ തള്ളയും കൂടി എവിടേക്കാന്ന് വെച്ചാൽ പോട്ടെ. ഇനി എനിക്ക് എൻ്റെ നവീൻ്റെ ഒപ്പം ഒരു പേടിയില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗാഥ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ തങ്കത്തിനോട് എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറയുവാണ്. അമ്മ ഇനിയൊന്നും പറയണ്ട, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മളിനി ഇവിടെ നിൽക്കുന്നില്ല. ഇവിടുന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകണം, പോയേ പറ്റുള്ളൂ. അതിലിനി ഒരു മാറ്റവും ഇല്ല. കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് എന്താ പറയേണ്ടതെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി നിൽക്കുവാണ് തങ്കം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്